ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഒരാളായ മാധവ് ഗാഡ്ഗിൽ 2011 ഓഗസ്റ്റ് 31 ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ മലയോര മേഖലകളിലും അണക്കെട്ടുകളിലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ ആ റിപ്പോർട്ട് നടപ്പാക്കിയില്ല. ിലധികം പേർ മരിച്ചു. എന്റെ മോനും എന്റെ പേരക്കുട്ടികളും ഒക്കെ പോയി, വെള്ളത്തിൽ പോയി. എല്ലാവരും പോയി. ഇതിൽ 2 ആളെ കിട്ടിപ്പോ, ബാക്കിയുള്ളവരെയൊന്നും കിട്ടിയില്ല. 6-7 പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ വീടുമില്ല, സ്ഥലവും ഇല്ല, ജോലിക്കൊന്നും പോയിട്ടും ജീവിക്കാനുള്ള കഴിവ്. പലർക്കും പലരെയും നഷ്ടപ്പെട്ടു. ചൂരൽമലയിൽ നിന്ന് അല്പമകലെ മുണ്ടക്കയിലാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രക്ഷാപ്രവർത്തകർ നിരവധി പേരുടെ കൈകളും കാലുകളും കണ്ടെത്തി. ജാതിയും മതവും നോക്കാതെ നമ്മുടെ ജനങ്ങളും പട്ടാളവും രക്ഷാപ്രവർത്തകരും ചേർന്ന് വയനാട്ടിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തി ക്യാമ്പുകളിൽ എത്തിച്ചു. പലയിടത്തു നിന്നും മന്ത്രിമാരടക്കം പലരുടെയും സഹായമുണ്ടായി. Sir, it is a huge tragedy in Wayanad and the military is doing a good job there. I think it's very important that we support the people of Wayanad. അവിടെ പ്രശസ്ത സ്കൂളായ വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30ഓളം കുട്ടികൾ മരിച്ചു. ആ സ്കൂളിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് കുട്ടികൾ ഒരു കവിത എഴുതി. വെള്ളാരം കല്ലുകൾ എന്ന പേരിൽ അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിൻ, അതവിടെ ലിറ്റിൽ കൈറ്റ്സിന്റെ ഭാഗമായി, ആ പദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിനാണ്. 2022-25 വർഷത്തേക്ക് തയ്യാറാക്കിയ ഒരു മാഗസിനാണ്. ആ മാഗസിന്റെ പുറംചട്ടയിൽ കൃത്യമായി ഈ സ്കൂളും ഒപ്പം തന്നെ അവിടെ വെള്ളാരം കല്ലുകൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ച ഒരു ചിത്രവും കുട്ടികൾ തന്നെ ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. ആ കല്ലുകൾ വെള്ളാരങ്കല്ലുകളാണ്. പക്ഷെ ഇന്ന് അവിടെ ആ ദുരന്ത മുഖത്തുള്ളത് വലിയ പാറക്കല്ലുകളാണ്. എല്ലാം തകർത്തെറിഞ്ഞിരിക്കുന്നു. അവിടെ പഠിക്കുന്ന എത്ര കുട്ടികൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, എത്ര കുട്ടികളുടെ ജീവൻ കവർന്നിട്ടുണ്ട് ആ മലവെള്ളപ്പാച്ചിൽ എന്ന് നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ ആ മാഗസിന്റെ ഏറ്റവും അവസാന പേജിൽ ഒരു കഥ ഉണ്ട്. മാത്രമല്ല എൻ്റെ പുഴ, എൻ്റെ കുളിരരുവിയുടെ തീരത്ത് എന്നൊക്കെയുള്ള ഒരുപാട് ലേഖനങ്ങൾ കുട്ടികൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മാഗസിന്റെ ഏറ്റവും അവസാനം ഇപ്പോൾ പ്രേക്ഷകർ കാണാം ഈ ദൃശ്യം. ഇത് ആ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിനിലെ ഒരു കഥയാണ്. ആ കഥയിൽ അവസാന പേജിൽ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്. അവിടെ ഒരു കിളി വന്ന് കുട്ടികളോട് പറയുന്നുണ്ട്, കുട്ടികളെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് വിട്ടുപോയിക്കോളൂ, വേഗം രക്ഷപ്പെട്ടോളൂ, ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു, ഒരു മലവെള്ളപ്പാച്ചിലിനുടൻ രക്ഷപ്പെട്ടോളൂ,